ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു ചട്നീന്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കാം. അപ്പോൾ ദാ ഇഡ്ഡലി പാത്രമൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ വന്നാൽ രാവിലെ ജനൽ തുറന്നിട്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് ഇനി നമുക്ക് ദാ ഇഡ്ഡലി ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി തട്ടിലൊന്ന് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം മാവ് ഞാൻ നേരത്തെ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. മാവൊക്കെ നല്ല ഉഷാറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. മാവ്ക്ക് ഉപ്പ് ഇട്ടിട്ടില്ലേ, ഇനി ഉപ്പൊക്കെ ഇട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെമ്പിൽ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇഡ്ഡലി തട്ടയ്ക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ആ തട്ട് ഇങ്ങനെ ചൂടാവുമല്ലോ, ആ ചൂടാവണ സമയത്ത് മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നാൽ ഇഡ്ഡലി തട്ടിൽ മാവ് ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിക്ക് എടുക്കാൻ കിട്ടും നമുക്ക്. അങ്ങനെ ഒരു തട്ടിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതാ രണ്ടാമത്തെ തട്ടിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഞാൻ റാഗിയും അതേപോലെ ഈ ഉഴുന്നുണ്ടല്ലോ, ഉഴുന്നും ചെറുപയറും വെള്ളത്തിലിട്ട് വെച്ചിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അരി ഇഡ്ഡലി പറ്റായിട്ടല്ല കേട്ടോ. രാവിലെ വൈകുന്നേരം ഞാൻ റാഗി കൊണ്ടുള്ള ഫുഡ് എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കൽ, ഷുഗർ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇഡ്ഡലി ആയിട്ടുണ്ട്, ചൂടാറട്ടെ. അപ്പോൾ നമുക്ക് ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ഒരു സ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സ്പൂൺ പരിപ്പ് ചേർത്തിട്ടുണ്ട്. പരിപ്പിന് പകരം പൊട്ടുകടല ചേർത്താൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് പൊട്ടുകടല ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാമ്പാർ പരിപ്പ് ചേർത്തതാണ്. പിന്നെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു സവാള കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. സവാള ഒന്നിങ്ങോട്ട് വഴന്നു വന്നതിന് ശേഷം പിന്നെ ഇഞ്ചി ചേർത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇനി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും തക്കാളി കട്ട് ചെയ്തതും തേങ്ങയും ചേർത്തിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തെടുത്തിട്ടുണ്ട് പറഞ്ഞാൽ അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തേക്കാം കേട്ടോ. പിന്നെ ചെറിയൊരു കഷ്ണം പുളിയും ചേർത്തിട്ടുണ്ട് അതിലേക്ക്. ഇനി അതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയിട്ട് നമുക്ക് മിക്സിന്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടുന്നൊക്കെ മാറ്റി കൊടുത്തു. അപ്പോൾ കണ്ടില്ലെങ്കിൽ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എവിടെ ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി നമ്മൾ ബാവുക്കാക്കൊണ്ട് കൂടെ ചായ കുടിക്കാൻ വന്നിരിക്കണം. അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുത്തു. അപ്പോൾ തന്നെ ഇതാ ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്താ മിക്സിന്റെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുത്ത ആ ഒരു ചട്ടിനെ കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അത് ചൂടുണ്ട്. അപ്പോൾ അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു, പിന്നെ കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ആ അരപ്പ് അതിക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ചട്നി റെഡിയാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ചട്നി. ഇതിക്ക് തേങ്ങ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സവാളയും തക്കാളിയും വഴറ്റിയെടുത്താണ്ട് അങ്ങനെ അരച്ചെടുത്താലും മതി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. ഞാനിതാ റാഗി കൊണ്ടുള്ള ഇഡ്ഡലി ആട്ടോ കഴിച്ചത്. ഇന്ന് എൻ്റെ ഇഡ്ഡലി പൊങ്ങി വന്നിട്ടില്ല. ഞാനിപ്പോൾ മാവ് കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പം തന്നെ ചുട്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും പാത്രത്തിൽ എടുത്ത് വെച്ചു. ഇതാ റിച്ചുമോനും ഇവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ നമ്മൾ ഇഡ്ഡലി. ചട്നി സൂപ്പറാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്.